Hi, hello friends, good evening. I think this is my 15th class. Today I'm going to take you something about how to use. I told you Thanksgiving, welcoming, everything. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലൈനിങ് എങ്ങനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുക, അതായത് എങ്ങനെ നമ്മളിതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. എങ്ങനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുക? അപ്പം നമ്മൾ പറയുന്നു, ഒരു ചായക്കടയിൽ പോയിട്ട്, ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ സർവിങ് ശരിയല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് കംപ്ലൈൻറ്റ് ചെയ്യരുത്. അപ്പോൾ പൊളൈറ്റ് വേസ് ഓഫ് കംപ്ലൈൻറ്റിങ്. എങ്ങനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ വാട്ട്സ് ഐഡിയ, നമ്മൾ ചോദിക്കണു, ഗോഡ് ഹൗ ഡർട്ടി ഇസ് ദിസ് പ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ബാഡ്. അപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ബ്ലാഡ്, യു ആർ നോട്ട് ഡൂയിങ്. അപ്പോൾ ഇത് പറയുമ്പോൾ അവർക്കൊരു ദേഷ്യത്തിൽ പറയുമ്പോൾ ഒരു വിഷമം വരും. അതിന് നമ്മളെന്ത് പറയും? ഷൗട്ട് ചെയ്യണ്ട, നമ്മളെന്താ പറയുക? ഐ എം സോറി ടു ബ്രിങ് ദിസ് അപ്പ്. ഐ എം സോറി ടു ബ്രിങ് ദിസ് അപ്പ്. യുവർ പ്ലേറ്റ് ഈസ് വെരി dirty. അല്ലെങ്കിൽ your son has broken my window. I'm sorry to say this. ഇപ്പോൾ ചിലവർ പാട്ട് വലിക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ ചിലവിടെ കല്യാണത്തിനൊക്കെ വലിക്കി വെച്ചിട്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിക്കുക വയ്ക്കും. അയ്യോ, ഭ്രാന്താവും. അപ്പം അവർ കല്യാണമാണ്, രക്ഷയില്ല. ചിലപ്പോൾ അടുത്ത വീട്ടിൽ കുട്ടിക്ക് പരീക്ഷയായിരിക്കും. എന്തു ചെയ്യും? അപ്പോൾ നമ്മൾ വേഗത്തിൽ എന്ത് പറയണം? അവിടെ പോയിട്ട് ദേഷ്യപ്പെടുക. കാരണം അവരുടെ മാരേജാണ്, അവർക്ക് ഒഫൻഡാവും നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒരാഴ്ചയൊക്കെ പാട്ട് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? യുവർ മ്യൂസിക് ഇസ് ടു ലൗഡ്. ഐ എം സോറി ടു ഇൻഫോം ദാറ്റ് യുവർ മ്യൂസിക് ഇസ് ടു ലൗഡ്. കംപ്ലൈനിങ്. അപ്പോൾ പൊളൈറ്റ് കംപ്ലയിൻസ്. നമ്മൾ പൊളൈറ്റ് കംപ്ലയിൻസ് എന്ത് ചെയ്യും? ടൈപ്പ് റൈറ്റേഴ്സ് മാനുഫാക്ചർഡ് ബൈ യു മേക്ക് എ ലോട്ട് ഓഫ് നോയ്സ്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഭയങ്കര നോയ്സ് വരുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ ഹൗ വിൽ യു മേക്ക് പൊളൈറ്റ് കംപ്ലയിൻസ് ഇൻ ഫോളോയിങ് സിറ്റുവേഷൻ? ഇനി നമുക്ക് ചില സിറ്റുവേഷൻസ് എടുത്ത് നോക്കാം. യുവർ ചിൽഡ്രൻ ആർ സ്റ്റഡിങ് ഫോർ എൻ എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞത് തന്നെ വന്നു. യുവർ നെയ്ബർ ചിൽഡ്രൻ പ്ലേ മ്യൂസിക് വെരി ലൗഡ്ലി ടിൽ മിഡ്നൈറ്റ്. കംപ്ലയിൻ ടു യുവർ നെയ്ബർ. എങ്ങനെ കംപ്ലയിൻ ചെയ്യും? സോറി, ഐ എം സോറി ടു bring the notice that the music is too loud. Please make it at low noise. അപ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യണം. നമ്മൾ പോയിട്ട് അങ്ങനെ തമ്മി തല്ലണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദിസ് തിങ്. അപ്പോൾ അത് ഒരു പ്രശ്നമാവും അല്ലേ? അല്ല, അവിടെ തമ്മിത്തല്ല് വരും. നേരെ മറിച്ച് പൊളൈറ്റായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ തമ്മിത്തല്ല് വരില്ല. ഇനി എന്താണ്? യു ബ്രോട്ട് എ മിക്സർ ഗ്രൈൻഡർ. നിങ്ങളൊരു മിക്സർ ഗ്രൈൻഡർ വാങ്ങി ബ്രോക്ക് ഡൗൺ 6 times. അപ്പോൾ ലോക്കൽ ഡീലർ കുറേ പ്രാവശ്യം കേട് വരുന്നു. അത് ലോക്കൽ ഡീലർ റെഫ്യൂസ് ടു റിപ്പയർ ഇറ്റ്. കംപ്ലൈൻറ്റ് ടു ദ മാനുഫാക്ചറോട് എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും നിങ്ങൾ? റൈറ്റ് ഓൺലി ഇൻ 1 sentence. ഇങ്ങനെ 1 sentence റൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും, പ്ലീസ് റിപ്പയർ ദ മിക്സർ ഗ്രൈൻഡർ as soon as possible. അപ്പോൾ പ്ലീസ് റിപ്പയർ ദ മിക്സർ ഗ്രൈൻഡർ പ്ലീസ് നമ്മൾ ഉപയോഗിക്കണം. പൊളൈറ്റ് കോൺവെർസേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ ദ പാസഞ്ചർ സിറ്റിംഗ് നെക്സ്റ്റ് ഇൻ ബസ് കീപ് സ്മോക്കിംഗ്. അയ്യോ, സ്മോക്കിയിൽ ഭയങ്കര കഷ്ടമാണ്. സ്മോക്കിംഗ് നോൺ സ്റ്റോപ്പ്. ദ സ്മോക്സ് മേക്ക് യു ഫീൽ സിക്ക്. ഈ സ്മോക്കിംഗ് നമുക്ക് അങ്ങനെ ശ്വസിച്ചപ്പോൾ നമ്മൾ ഈ സ്മോക്കേഴ്സിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്മോക്ക് ചെയ്യണ പോലെ തോന്നും. നമ്മൾ സ്മോക്ക് ചെയ്ത പോലെ തോന്നും. സിഗരറ്റ് വലിക്കുന്നവരെ ടു ഡേഞ്ചറസ്. അപ്പോൾ കംപ്ലയിൻറ്റ് ടു ദ കണ്ടക്ടറായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം. കണ്ടക്ടറിനടുത്ത് പോയി പറയാം, പ്ലീസ് ടെൽ ദാറ്റ് മാൻ നോട്ട് ടു സ്മോക്ക് ഇൻ ദ ബസ്. നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറയുമ്പോൾ അയാൾക്കതാവും. പ്ലീസ് ടെൽ ദാറ്റ് മാൻ നോട്ട് ടു സ്മോക്ക് ഇൻ ദ ബസ്. അപ്പോൾ ദ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇൻ യുവർ സ്ട്രീറ്റ് ഹാവ് ടു ബി ബേണിംഗ് ഫോർ എ വീക്ക്. കംപ്ലൈൻ ഇൻ റൈറ്റിംഗ് ടു ദ മുനിസിപ്പൽ കമ്മീഷണർ നോട്ട് ബീൻ ബേണിംഗ്. സ്ട്രീറ്റ് ലൈറ്റ്സ് നിങ്ങളുടെ അവിടെ ഇല്ല.
അപ്പോൾ എങ്ങനെയാണ് കമ്മീഷണർക്ക് നിങ്ങൾ ഒരു എഴുത്തെഴുതുക, റൈറ്റിംഗ് എഴുതുക? ഡിയർ കമ്മീഷണർ, മുനിസിപ്പൽ കോർപ്പറേഷൻ, it has been noticed that the street lights are not glowing since one week. So please repair it as soon as possible, because at night the problems of snakes and many other problems may rise when men and women coming from their work. ഓക്കെ, അപ്പോൾ നമ്മളത് വളരെ പൊളൈറ്റായിട്ട് എഴുതണം, ലകളെ എഴുതുന്ന പോലെ എഴുതരുത്. സപ്പോസ് യു വർ ദ കസ്റ്റമർ ഇൻ ദ ടീ സ്റ്റോൾ, മേക്ക് ദ കംപ്ലയിൻറ്റ്സ് ഇമ്മീഡിയറ്റ് ബട്ട് മേക്ക് ദം മോർ പൊളൈറ്റ്ലി. ഓക്കെ, പൊളൈറ്റ്ലി പറയും നമ്മളതിന്. അപ്പോൾ ടീ സ്റ്റോളിൽ കസ്റ്റമറിനെ വയ്ക്കുക. എങ്ങനെയാണ് നമ്മൾ പൊളൈറ്റായിട്ട് കംപ്ലയിൻറ്റ് പറയുക? ഓക്കെ, ടീ ഈസ്, പ്ലീസ് മേക്ക് ദ ടീ മോർ സ്ട്രോങ് ഓർ ഗുഡ്, ഓർ പ്ലീസ് മേക്ക് ദിസ് ഹോട്ടൽ മോർ ക്ലീൻ, മേക്ക് ദ പ്ലേറ്റ്സ് മോർ ക്ലീൻ. നമുക്കത് പറയാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് പറയാം. ലിസൺ ടു ദ കസ്റ്റമർ ഇൻ ദ ടീ സ്റ്റോൾ. ഇറ്റ് എഡ്ജസ് ആർ ബ്രോക്കൺ, യു വണ്ടർ ഇഫ് യു മിക്സ്ഡ് എനി ഷുഗർ അറ്റ് ഓൾ. നമ്മൾ പറയുന്നു ഒരു ഇതിൽ പോയിട്ട്, നെവർ ടേക്കൻ വേഴ്സ് ടീ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര വേഴ്സ്റ്റായിട്ടൊരു ചായ കുടിച്ചിട്ടില്ല. ഐ ഹാവൻ സർവ് ടീ ടു എനിബഡി. ഞാൻ ആർക്കും ചായ കൊടുത്തിട്ടില്ല. അപ്പോൾ നോബഡി എവർ ടോൾഡ് മീ എനിത്തിങ് അബൌട്ട് മൈ പ്ലേറ്റ്സ് ആൻഡ് ടീ. അപ്പോൾ മറ്റേ ആൾ പറയുന്നു, എൻ്റെ ചായയെ പറ്റിയിട്ടും പ്ലേറ്റിനെ പറ്റിയിട്ടും ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ കഴിച്ചിട്ട് ആരും ഒന്നും പറയില്ല, പക്ഷെ നിങ്ങൾ പറയുന്നു അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് വേണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യണത്? മിക്സ്ഡ്, ബ്രോക്കൺ. നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കുറേ വാക്കുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ചില വാക്കുകൾ ഇ.ഡി ചേർത്താൽ മതി. ഓപ്പൻഡ്, ലുക്ക്ഡ്. എഴുതിയെടുത്തോളൂ കേട്ടോ, ഞാൻ പറയുമ്പോൾ എഴുതിയെടുത്തോളൂ. ഓപ്പൻഡ്, ലുക്ക്ഡ്, ഇൻവൈറ്റഡ്, ബെഗ്ഡ്, ഡാൻസ്ഡ്, പ്ലാൻഡ്. അപ്പോൾ ഇ.ഡി മാത്രം ആഡ് ചെയ്തിട്ട് വെർബ്സ് ഇൻ കോളം ഈ വെർബിനെ നമുക്ക് ശരിയാക്കാം. പക്ഷേ ചില വെർബുകൾ അതേപോലെ ഇ.ഡി ആഡ് ചെയ്യാൻ പറ്റില്ല. പുട്ട് പറഞ്ഞാൽ ഇടുക. ഗ്രോൺ, ബ്രോക്കൺ, ഡ്രങ്ക്. ഇതിപ്പോൾ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോവുകയാണ്, അത് നിങ്ങൾ എഴുതിയെടുത്തോളുക. ഓക്കെ, അപ്പോൾ ബീൻ, BEEN എഴുതിയെടുത്തോളം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, ഈ ക്ലാസ് കേൾക്കണവർ, വ്യൂവേഴ്സ്, ദയവ് ചെയ്ത് ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് എഴുതിയെടുത്തോളുക. ബീറ്റൺ, BEAT. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് വരും. ബീറ്റൺ, BEATEN. ബ്ലോൺ. ഓക്കെ, ഇതൊക്കെ അതായത് ഒരു വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് പറയാൻ നമുക്ക് കഴിയണം. ബ്രോക്കൺ, ചൂസ്, ചോസൻ, do, done. Okay, drawn, DRAW, drawn. Drive, driven. Eat, eaten. Begin, BEGIN, BEGUN, begin. തുടങ്ങി. built, dig, dug. Drink, drunk. Feed, fed. Feel, felt. Find, found. Okay. Hang, hung. Have, has. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ട് ഹാവ് പ്ലൂരലിൻ്റെ കൂടിയും ഹാസ് സിംഗുലർ IV ദേൻ്റെ കൂടെയൊക്കെ ഹാവും ഷീറ്റിൻ്റെ കൂടെ ഹാസും. ഓക്കെ, ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് ടെൻസ് ഹാഡാണ്. ഇസ്, വാസ്. ഫ്ലൈ, ഫ്ലോൺ. Forget, forgotten. Go, gone, wentും വരും. Go, gone, went. Grow, grown. Hide, hidden. Know, known. Ride, ridden. Rise, risen. Shake, shaken. Speak, spoken. Okay. Steal, stolen.
take, taken, tear, torn, throw, thrown, 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 wear, worn, WRN, wear, ധരിക്കുക, worn പറഞ്ഞാൽ ധരിച്ചു. ഓക്കെ. റൈറ്റ്, റിട്ടൺ, എഴുതി കഴിഞ്ഞു. ഓക്കെ. ബ്രിങ്, ബ്രോട്ട്, ബ്രിങ് പറഞ്ഞാൽ വാങ്ങാം, ബ്രോട്ട് വാങ്ങിച്ചു കഴിഞ്ഞു. ബൈ, ബ്രോട്ട്, ബൈ, ബ്രിങ് കൊണ്ടുവന്നു, ബ്രോട്ടും കൊണ്ടുവന്നു. ബൈ പറഞ്ഞാൽ വാങ്ങുക, ബ്രോട്ട് വാങ്ങിക്കഴിഞ്ഞു. ക്യാച്ച്, കോട്ട്. ഫൈറ്റ്, ഫോട്ട്, ഫൈറ്റ് ചെയ്യുക, ഫോട്ട് എന്താണ് ലഹള കൂടിക്കഴിഞ്ഞു. സീക്ക്, സോട്ട്, സീക്ക് പറഞ്ഞാൽ തേടുക, സോട്ട് തേടിക്കഴിഞ്ഞു. ടീച്ച്, ടോട്ട്, തിങ്ക്, തോട്ട്, ഹോൾഡ്, ഹെൽഡ്, കീപ്, കെപ്റ്റ്, ലീഡ്, ലെഡ്. ഓക്കെ. ലീവ്, ലെഫ്റ്റ്. ഓക്കെ. ലൂസ്, ലോസ്റ്റ്. മേക്ക്, മേഡ്. മീറ്റ്, മെറ്റ്. പേ, പെയ്ഡ്. റിംഗ്, റങ്. സേ, സെഡ്. സെൽ, സോൾഡ്. സെൻഡ്, SEND, സെൻഡ് അയച്ചു, SEND, അത് പ്രസൻറ്റ് ടെൻസ്. സെൻഡ് അയച്ചു കഴിഞ്ഞു, SENT കേട്ടോ, ശ്രദ്ധിക്കുക, SENT, ടി വരും. ആൻഡ് ഷോട്ട്, ഷൂട്ട്, ഷോട്ട്, ഷൂട്ട്, SHOOT, ഷൂട്ട്, ഷോട്ട് വെടിവെച്ച് കഴിഞ്ഞു. സിങ്, സങ്ക്, പാടിക്കഴിഞ്ഞു. സിങ്ക്, സങ്ക്. സിറ്റ്, സാറ്റ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്. സ്പെൻഡ്, സ്പെൻഡ്. ഇതേപോലെ SPEND, സ്പെൻഡ് ചിലവഴിക്കുക, സ്പെൻഡ് ചിലവഴിച്ച് കഴിഞ്ഞു. SPENTT. ഓക്കെ. അപ്പോൾ പിന്നെ സ്പെൻഡ്, സ്പെൻഡ്. സ്റ്റാൻഡ്, സ്റ്റുഡ്. സ്റ്റിക്ക്, സ്റ്റക്ക്. സ്റ്റിക്ക് പറഞ്ഞാൽ ഒട്ടുക, സ്റ്റക്ക് പറഞ്ഞാൽ ഒട്ടിക്കഴിഞ്ഞു. സ്വീപ്പ്, സ്വെപ്റ്റ്. സ്വിം, സ്വം. സ്വിം നീന്തുക, സ്വം നീന്തി കഴിഞ്ഞു. SWUM. ടെൽ, ടോൾഡ്. വിൻ, വോൺ. ഓക്കെ. ബിക്കം, ബിക്കെയിം. ഓക്കെ. BECOME. ബിക്കെയിം, BECAME. ബെറ്റ്, ബെറ്റ്. ബേസ്റ്റ്, ബേസ്റ്റ്. അതേ തന്നെയാണ്, പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഒന്ന് തന്നെയാണ്. കോസ്റ്റ്, കോസ്റ്റ്. കം, കം. കട്ട്, കട്ട്. ഗോട്ട്, ഗോട്ട്. ഹർട്ട്, ഹർട്ട്. ഓക്കെ. ഇതൊക്കെ കുറേ വാക്കുകൾ. ലെറ്റ്, ലെറ്റ് അതേ തന്നെ വരും, പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഒക്കെ ഒന്ന് തന്നെ. പുട്ട്, പുട്ട്. സെറ്റ്, സെറ്റ്. ഷട്ട്, ഷട്ട്. ഓക്കെ. ഇപ്പം നമ്മളെങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക? നമ്മൾ കറക്റ്റ് പാസ്റ്റ് ടെൻസ് വെച്ചിട്ട്, പാസ്റ്റപ്പിൾ വെച്ചിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതാൻ പഠിക്കുക. ഹാവ് യു എവർ ഡാഷ് എ ഫ്ലൈയിങ് സോസർ? ഓക്കെ. ഹാവ് യു എവർ സീൻ, SEEN, സീൻ. സി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനെ സീൻ ആക്കണം. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വാസ് സ്പെൻഡ്, SPENT, സ്പെൻഡ് പ്രസന്റ് ടെൻസ്. SPENT, സ്പെൻഡ് പാസ്റ്റ് ടെൻസ്. ഓക്കെ. മൈ ബൈസൈക്കിൾ ഹാസ് ബീൻ സ്റ്റോളൻ, STEAL അത് എഴുതിയെടുത്തോളൂ. ഞാൻ അതിൽ പറഞ്ഞിട്ട് STEL, സ്റ്റീൽ പറഞ്ഞാൽ കക്കുക, സ്റ്റോളൻ പറഞ്ഞാൽ കളവ് പോയി, STOLEN, ഓക്കെ. അപ്പോൾ ഷീ ഹാസൻറ്റ് ഡാഷ് അബൌട്ട് മാരിങ് അഗെയിൻ. തിങ്ക്, ചിന്തിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട്, THOUGHT, തോട്ട്. തിങ്ക്, തോട്ട്. തിങ്ക് പറഞ്ഞാൽ ചിന്തിക്കുക, തോട്ട് പറഞ്ഞാൽ ചിന്തിച്ചു, THOUGHT. ഓക്കെ. ഹൂ ഹാസ് ഡാഷ് ദ ഡോർ ഓപ്പൺ? ആരാ വാതിൽ അവിടെ തുറന്ന് ഇട്ടിരിക്കുന്നത്? ഹൂ ഹാസ് ലെഫ്റ്റ്, ലീവിൻ്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ. ഐ ഹാവ് ഡാഷ് സെവറൽ ലെറ്റേഴ്സ് ടു ദ അതോറിറ്റീസ്. ഞാൻ റൈറ്റ് ബ്രാക്കറ്റിൽ റൈറ്റാണ്. റൈറ്റ്, റിട്ടൺ several letters to the authorities, but I haven't yet got, get in the past tense, got. അപ്പോൾ ബ്രാക്കറ്റിൽ റൈറ്റ്, ഗെറ്റ് എന്നാണ്, നിങ്ങൾ ഗോട്ട് ആക്കണം, ഗോട്ട് എന്നാക്കണം. ഹൗ ക്യാൻ ഐ യൂസ് എ ഡാഷ് നൈഫ്?
ബ്രേക്ക്, BREAK, ബ്രേക്ക്. ബ്രോക്കൺ, അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്കൺ, BROKEN, ബ്രോക്കൺ. ദേ ഹാവൻറ്റ് യെറ്റ് ക്യാച്ച്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞതിൽ ക്യാച്ച് പറഞ്ഞ് പിടിക്കുക. അവരിനിയും കള്ളനെ പിടിച്ചിട്ടില്ല, CATCH, ക്യാച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് കോട്ട്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇടുമ്പോൾ നമ്മൾ എന്ത് വരും? കോട്ട്, CIUGHT. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വേർ ഡാഷ് ഓൺ ഓൾഡ് വുമൺസ് ബർത്ത്ഡേ. വയസ്സായ സ്ത്രീയുടെ ബർത്ത്ഡേയിൽ എത്രയോ ആൾക്കാർക്ക് ചോറ് സദ്യ കൊടുത്തു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വേർ, ഫീഡാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, FEED. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ്, FED, ഫെഡ് ഓൺ ദ ഓൾഡ് വുമൺസ് ബർത്ത്ഡേ. യുവർ കൈൻഡ്നെസ് വിൽ നെവർ ബി ഫോർഗോട്ടൻ, FORGETTEN. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പൊളൈറ്റ് ഇൻഫർമേഷൻസ്, പൊളൈറ്റായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എങ്ങനെ ചെയ്യാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെ യൂസ് ചെയ്യുക, ഇത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഇവിടെ കംപ്ലൈനിങ് പഠിച്ചു. ഇനി ഇതിൽ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിക്കുക. ചില വാക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഗ്രീസ്, GREAS, ഗ്രീസ് പറഞ്ഞാൽ അറിയാലോ, ഓയിലി സബ്സ്റ്റൻസ്. ഗ്രിം പറഞ്ഞാൽ വൃത്തികൾ, ഡർട്ട്, ഈ ആവരണം ചെയ്ത വൃത്തികൾ. എ കോട്ടിംഗ് ഓഫ് ഡർട്ട് ഓൺ സംതിങ്. ഓക്കെ, എ കോട്ടിംഗ് ഓഫ് ഡർട്ട് ഓൺ സംതിങ്. സർവൈവ്, റിമൈൻ എലൈവ് ആഫ്റ്റർ. കമൻറ്റ്, ക്രിറ്റിസിസം, റിമാർക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ പറയാം. എന്തുകൊണ്ടാകാത്തതെന്ന് എനിക്കറിയില്ല. സോ എന്തെങ്കിലും പുറമേ നിന്ന് എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടോ അറിയില്ല. സോ ഇഫ് യു ഹാവ് മോർ ഇൻഫർമേഷൻ പ്ലീസ് ഇൻഫോം മീ ഇൻ യുവർ കമൻറ്റ്സ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾ പതുക്കെ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറേ നല്ല സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഐ എം സൈനിങ് ഓഫ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.